ആ ഖബറിന്റെ ഉള്ളറയിലേക്ക് അവിടുന്നതാ ഇറങ്ങിയിരുന്നുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പാരായണം ചെയ്യുകയാണ്. വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പാരായണം ചെയ്തിട്ട് നഫീസത്തുൽ മിസ്രിയോ റളിയല്ലാഹു തആല പൊട്ടിപ്പൊട്ടി കരയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് പഴയകാല ചരിത്രമല്ല ഉസ്താദ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കളിയാക്കല്ല്, പരിഹസിക്കല്ലേ. സമസ്തയുടെ പ്രസിഡന്റായ പ്രിയപ്പെട്ട കോഴിക്കുട്ടി ഉസ്താദ്, അല്ലാഹുവേ പടച്ചവരെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണമല്ലോ. നമ്മിൽ നിന്ന് ഈ ലോകത്ത് നിന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വിട പറഞ്ഞു പോയ പ്രിയപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിന്റെ കബറിടം നീ വിശാലമാക്കണമല്ലോ. ആ കബറിടം നീ വിശാലമാക്കണേ റബ്ബേ. അല്ലാഹുവേ പടച്ചവനെ സ്വർഗീയാരാമമാക്കി മാറ്റണമല്ലോ. കോഴിക്കുട്ടി ഉസ്താദിന്റെ കബറ് എന്റെ പ്രിയപ്പെട്ടവരെ ജീവിച്ചിരിക്കുന്ന സമസ്തയുടെ പ്രസിഡന്റായ പ്രിയപ്പെട്ട കോഴിക്കുട്ടി ഉസ്താദ് കബറിപ്പോഴേ കുളിച്ചു വച്ചിരിക്കുകയാ. ആ കബറിന്റെ ഉള്ളറയിലേക്ക് ഇറങ്ങിയിരുന്നുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് പാരായണം ചെയ്യുക, ദിക്റുകളെ ചൊല്ലുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിലും എത്രയോ സ്വാലിഹീങ്ങൾ, എത്രയോ സൂഫിവര്യന്മാർ, എത്രയോ ഔലിയാക്കന്മാർ ഇവിടുന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പാരായണം ചെയ്തുകൊണ്ട് പൊട്ടിക്കരയുന്നുണ്ട്. പഴയകാലത്തുള്ള പിഞ്ചുകുട്ടികൾ പോലും, പഴയകാലത്തുള്ള നമ്മുടെ മുൻഗാമികളിൽപ്പെട്ട കൊച്ചുമക്കൾ പോലും അവിടുന്ന് പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് ആയത്തുകൾ അവിടുന്ന് പാരായണം ചെയ്തിട്ട് പൊട്ടിക്കരയുമായിരുന്നു. ഒരിക്കൽ അവിടുന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാ. ആ സമയത്തൊരു പ്രിയപ്പെട്ട പൊന്നുമകൻ അവിടുന്ന് വഴിയിൽ നിന്നുകൊണ്ട് തേങ്ങി തേങ്ങി കരയുകയാണ്. കവിൽ തടത്തിലൂടെ കണ്ണുനീർ തുള്ളികൾ അവിടുന്ന് ചാരിത്തിടുകയാ. തേങ്ങലെടുത്ത് തേങ്ങി തേങ്ങി കരയുകയാ. പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല പൊന്നുമകന്റെ ചാരത്തേക്ക് കടന്നു ചെന്നിട്ട് ആ പൊന്നുമകനോട് കിടന്ന് ചോദിക്കുന്ന മോനെ, പൊന്നുമോനെ, നീ എന്തിനാണ് കരയുന്നത്? ആ സമയത്ത് അവിടെന്ന പൊന്നുമകൻ അവിടെന്ന് പറഞ്ഞു വന്നെന്നറിയോ? അല്ലയോ ഉമർ തങ്ങളെ, ഞാൻ അവിടുന്ന് കരഞ്ഞതെന്തിരുന്നറിയോ? എന്റെ ദുനിയാവിൽ വേണ്ടി ഞാൻ കരഞ്ഞതല്ല, നാളെ പരലോകത്തെ കുറിച്ച് അവിടുന്ന് ഓർത്തിട്ട്, നരകത്തെ കുറിച്ച് ഓർത്തിട്ട് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തോടിയിട്ട് ഞാൻ കരഞ്ഞു പോയതാണ് തങ്ങളെ എന്നവിടുന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആലയോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പിഞ്ചുമകൻ അവിടുന്ന് പറയുകയാ. ആ സമയത്ത് അവിടുന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല പൊന്നുമകനോട് അവിടുന്ന് ചോദിക്കുന്ന മോനെ, പൊന്നുമോനെ, നീ എന്തിനാണ് കരയുന്നത്? നിന്നെ കരയിപ്പിച്ച ആയത്ത് എന്താ, ഏതായത്താണെന്ന് ചോദിക്കുമ്പോൾ ആ പ്രിയപ്പെട്ട പൊന്നുമകൻ അവിടുന്ന് ഓടി കേൾപ്പിക്കുകയാ. ആ പിഞ്ചുമകൻ അവിടുന്ന് ഓടി കേൾപ്പിക്കുകയാ. പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് ഓതി കേൾപ്പിക്കുകയാ. യാ അയ്യുഹല്ലദീന ആമനൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ എന്നുള്ള ആയത്താണ് അവിടുന്ന് കരയിപ്പിച്ചത്. തങ്ങളെ, നിങ്ങളെ കുടുംബക്കാരെ, മക്കളെ, നിങ്ങളുടെ ഭാര്യമാരെ, കൂട്ടുകുടുംബാദികളെ എല്ലാവരെയും, നിങ്ങളുടെ സ്വശരീരങ്ങളെയും അവിടുന്ന് തീയിൽ നിന്ന്, നരകത്തിൽ നിന്ന്, നാളെ കത്തിയാടുന്ന നരകമുണ്ടല്ലോ, നരകത്തിൽ നിന്ന് നിങ്ങളവിടുന്ന് കാത്തു സൂക്ഷിക്കണേ, കാത്തുരക്ഷിക്കണേ. അവിടെ കത്തിക്കുന്നത് ആരെയും അറിയോ? എന്തിനെയാണ് അവിടെ കത്തിക്കുന്നതെന്നറിയോ? കല്ലുകളെയാ കത്തിക്കുന്നത്, വലിയ വലിയ ആളുകളെയാ കത്തിക്കുന്നത് എന്നുള്ള ആയത്തവിടെ ഓടിയിട്ട് ഞാൻ കരഞ്ഞുപോയതാണ്. ഈ ആയത്താണെന്ന് അവിടെ നിന്ന് കരയിപ്പിച്ചത് തങ്ങളെ. എന്നാ പിന്നെ മകനവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആലയോട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഖത്താബ് റളിയല്ലാഹു തആല പൊന്നുമകനോട് പറഞ്ഞു ചോദിക്കുന്ന മോനെ, അതിനെന്തിനാണ് നീ കരയുന്നത്? നാളെ പരലോകത്തവിടുന്ന് നരകത്തിലിട്ടുകൊണ്ട് കത്തിക്കുന്നത് വലിയ വലിയ ആളുകളെയല്ലേ കത്തിക്കുന്നത്, ജനങ്ങളെയല്ലേ കത്തിക്കുന്നത്? പിഞ്ചുകുട്ടിയായ പിഞ്ചുമാരനായ നീ എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ പൊന്നുമകൻ അവിടുന്ന് പൊട്ടിക്കറഞ്ഞുകൊണ്ട് ഉമർ തങ്ങളോട് പറയുന്നു, അല്ലയോ ഉമർ തങ്ങളെ, എന്റെ ഉമ്മ എവിടുന്ന് അടുപ്പിൽ വിറക് കത്തിക്കുന്നത്, തീ കത്തിക്കുന്നത് ഞാൻ കണ്ടുപോയിട്ടുണ്ട്. നിങ്ങള് വലിയ വലിയ വിറകുകൾ അവിടെ
കത്തുന്നതിന് വേണ്ടി എവിടെന്ന് പടർന്നു പിടിക്കുന്നതിന് വേണ്ടി ചെറിയ ചെറിയ വിറകൾ എവിടെന്ന് തിരികെ വെക്കുന്നത് കണ്ടുപോയിട്ടുണ്ട് നിങ്ങള്. നാളെ പരലോകത്ത് നരകത്തിൽ എവിടെന്ന് ജനങ്ങളെ ഇട്ട് കത്തിക്കുമ്പോൾ ആളിപ്പടരുന്നതിന് വേണ്ടി ആളി കത്തുന്നതിന് വേണ്ടി ചെറിയ മക്കളായ നമ്മെ എവിടെന്ന് വലിച്ചു നരകത്തിലേക്ക് എറിയുമോ എന്നവിടെന്ന് പേടിച്ചിട്ടാ കരഞ്ഞു പോയത് എന്നിവിടുന്ന് പൊട്ടിക്കരഞ്ഞു പോയതെന്ന് ോട് പറഞ്ഞു പോയെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ മുൻഗാമികളിൽപ്പെട്ട കൊച്ചുമക്കൾ പോലും അവിടുന്ന് കരഞ്ഞു പോയില്ലേ.